സോ ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സാംസങ് ഗാലക്സി M21 കുറച്ച് ആപ്സ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. പിന്നെ ഈ ആപ്സ് നിങ്ങൾ സാംസങ് ഗാലക്സി M21 മാത്രം ലിമിറ്റ് ചെയ്യേണ്ട, നിങ്ങളുടെ അടുത്ത് ഏത് ഫോൺ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ആപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ആപ്പ് റെക്കമെൻഡ് ചെയ്യുന്നത് AMOLED വാൾപേപ്പേഴ്സ്. അപ്പോൾ ഈ ആപ്പ് എന്തിനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ, ബിക്കോസ് ഇവിടെ നമ്മുടെ സാംസങ് ഗാലക്സി M21 സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ AMOLED ഡിസ്പ്ലേയിൽ ഡാർക്ക് ലെവൽസ് എവിടെ ഉണ്ടോ അവിടെ ലൈറ്റ് എമിറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ വാൾപേപ്പർ ഒന്ന് സെലക്ട് ചെയ്യുക. ഈ വാൾപേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ലേ, 4 ഭാഗത്തും മൊത്തം ഡാർക്കാണ് കാണാല്ലേ. അപ്പോൾ ഇവിടെ ഡാർക്ക് ആയതുകൊണ്ട് നമ്മുടെ ഈ ഭാഗത്തൊന്നും ലൈറ്റ് എമിറ്റ് ചെയ്യാത്തതുകൊണ്ട് ബാറ്ററി ഡ്രെയിൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ എന്തായാലും സാംസങ് ഗാലക്സി സൂപ്പർ AMOLED ഡിസ്പ്ലേയിൽ ഏത് ഫോണാണെങ്കിലും നിങ്ങൾ ഈ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ബാറ്ററി ഡ്രെയിൻ അധികം ഉണ്ടാവില്ല. അപ്പോൾ അതേ സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒരു IPS ഡിസ്പ്ലേ ഉള്ള ഫോണാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ പറഞ്ഞുതരാം. അപ്പോൾ യൂണിക് വാൾപേപ്പർ വാൾഎക്സ്, ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് വാൾപേപ്പർ ആപ്പാണ് പ്ലേ സ്റ്റോറിൽ. ഇത് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. നല്ല വെറൈറ്റി നല്ല വാൾപേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അടുത്ത് IPS ഡിസ്പ്ലേ ഉള്ള ഫോണാണെങ്കിൽ. അപ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ സ്ക്രീൻ റെക്കോർഡർ നോ ആഡ്സ്. അപ്പോൾ നമ്മുടെ സാംസങ് ഗാലക്സി M21 ഒരു സ്ക്രീൻ റെക്കോർഡറിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഭയങ്കര സിമ്പിളാണ്, ആഡ്സ് ഒന്നുമില്ല, പിന്നെ ഭയങ്കര സിമ്പിൾ യൂസർ ഇൻ്റർഫേസാണ്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഓപ്പൺ ചെയ്ത ഉടനെ നമുക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് നൗ കൊടുക്കുക, സ്ക്രീൻ റെക്കോർഡിംഗ് തുടങ്ങി. ഭയങ്കര സിമ്പിൾ ഒരു ആപ്പാണ്. നിങ്ങൾ ഇതെന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അഥവാ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡറിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അടുത്ത ആപ്ലിക്കേഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ അഡോബ് ലൈറ്റ്റൂം ഫോട്ടോ എഡിറ്റർ ആൻഡ് പ്രോ ക്യാമറ. അപ്പോൾ ഇതിൽ നമ്മുടെ സാംസങ് ഗാലക്സി M21 ഡേ ലൈറ്റിലാവട്ടെ ലോ ലൈറ്റിലാവട്ടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫോട്ടോസ് എടുക്കും. അപ്പോൾ ആ ഫോട്ടോസിൽ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ സാംസങ് ഗാലക്സി M21 എടുത്ത ഫോട്ടോ ആണത്, കണ്ടില്ലേ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആണ് ഇത്. കുറച്ചുകൂടി കളേഴ്സ് വൈബ്രൻസി ഒക്കെ കൂട്ടിയിട്ടുണ്ട്. നമുക്ക് എഡിറ്റൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ ലൈറ്റ് എക്സ്പോഷർ കുറയ്ക്കുക, നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച്. എനിക്കിപ്പോൾ അത്ര വലിയ എഡിറ്റിംഗ് ഒന്നും അറിയില്ല, എന്നാലും നമുക്ക് നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് ഈ ഫോട്ടോൻ്റെ ക്വാളിറ്റി നമുക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. കുറേ എഡിറ്റിംഗ് ഓപ്ഷൻസൊക്കെ കിട്ടുന്നുണ്ട്, വൈബ്രൻസ് നന്നായി കഴിഞ്ഞാൽ നന്നായിട്ട് കളേഴ്സ് പോപ്പ് ഔട്ട് ആവും. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഇതാണ് മുമ്പത്തെ ഫോട്ടോ, ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ. അപ്പോൾ കുറച്ചുകൂടി നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റും നമുക്ക്. പിന്നെ അപ്പോൾ അടുത്ത ആപ്ലിക്കേഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ സ്നാപ്സീഡാണ്. ഇത് ഗൂഗിളിൻ്റെ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ ഇങ്ങനെ നമുക്ക് ഫിൽറ്റേഴ്സ് ഇട്ടിട്ട് മാറ്റാനൊക്കെ പറ്റും. പിന്നെ ടൂൾസ് പോയിട്ട് നമുക്ക് കുറേ ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറേ എഡിറ്റ് ചെയ്യാം നമ്മുടെ ഫോട്ടോസിനൊക്കെ. അപ്പോൾ ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇതിൽ ആഡ്സ് ഒന്നുമില്ല. പിക്സാർട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ആഡ്സ് വരും. ഇതിൽ നല്ലൊരു സിമ്പിൾ ഇൻ്റർഫേസുമാണ്, ഭയങ്കരമായിട്ട് നന്നായിട്ട് എഡിറ്റിംഗ് ചെയ്യാനും പറ്റും ഇതിൽ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അടുത്തത് ഞാൻ ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടല്ല പറയാൻ പോകുന്നത്, ഒരു ലോഞ്ചറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ലോഞ്ചറിൻ്റെ പേരാണ് റൂട്ട്ലെസ് പിക്സൽ ലോഞ്ചർ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വിവോ ഫോൺ ആയിക്കോട്ടെ, പൊക്കോ ഫോൺ ആയിക്കോട്ടെ, സാംസങ് ഫോൺ ആയിക്കോട്ടെ, റിയൽമി ആയിക്കോട്ടെ, ഷോമി ആയിക്കോട്ടെ, ഏത് ഫോൺ ആയിക്കോട്ടെ, അതിൽ നമുക്ക് ഒരു സ്കിൻ ഉണ്ടാവും. അപ്പോൾ എൻ്റെ സാംസങ് ഫോണിൽ ഒരു One UI ആണ്. അപ്പോൾ എനിക്ക് One UI ഇഷ്ടമൊക്കെയാണ്. അപ്പോൾ പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്, കണ്ടില്ലേ. ഇപ്പോൾ ഭയങ്കര നല്ല സ്മൂത്ത് ഇൻ്റർഫേസാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾവേസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അടുത്ത് ഏത് ഫോണാണെങ്കിലും, സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ലാത്ത ഫോണാണെങ്കിൽ നിങ്ങൾ ഇത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. റൂട്ട്ലെസ് പിക്സൽ ലോഞ്ചർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, അഥവാ നിങ്ങൾക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടം ആണെങ്കിൽ. അടുത്ത ആപ്ലിക്കേഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ ഫയൽസ്കോ. ഇത് ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ
ഷെയർ ഇറ്റ് എക്സെൻറ്ററൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഫയൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ആപ്ലിക്കേഷനൊക്കെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ബാനായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം നമുക്ക് ഫയൽസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഫോൺ തൊട്ട് വേറെ ഫോൺ, ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, ഫോട്ടോസ് ആയിക്കോട്ടെ, പാട്ടുകളായിക്കോട്ടെ, ഏത് ഫയൽസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഫയൽസ് ആപ്ലിക്കേഷൻ വേറെ നിങ്ങൾ ഏത് ഫോണിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഫോണിലേക്ക് നിങ്ങൾ ഫയൽസ് ആപ്ലിക്കേഷൻ അതിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. പിന്നെ അടുത്ത ഇതിൽ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഫയൽ മാനേജറായിട്ട് ഇത് വർക്ക് ചെയ്യും. കണ്ടില്ലേ, ഫയൽ മാനേജറായിട്ട് ഇതിൽ വർക്ക് ചെയ്യും. അതുമല്ലാതെ നമ്മുടെ ജങ്ക് ഫയൽസൊക്കെ വല്ലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് വല്ലുണ്ടെങ്കിൽ അതും നമ്മുടെ ഈ ഫയൽ സ്കോപ്പ് ഇറങ്ങിയ ആപ്ലിക്കേഷൻ ക്ലീൻ ചെയ്ത് തരും. നല്ലൊരു യൂസ്ഫുൾ ആപ്ലിക്കേഷനാണ്, ഒരു ആഡ്സും ഒന്നുമില്ല ഇതിൽ. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു ആപ്പ് പറയാന്ന് വെച്ചാൽ VLC ഫോർ ആൻഡ്രോയിഡ്. അപ്പോൾ ഇതൊരു വീഡിയോ പ്ലെയർ ആപ്പാണ്. അപ്പോൾ കുറേ പേര് ഇവിടെ MX പ്ലെയർ, KM പ്ലെയർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഞാൻ MX പ്ലെയർ സജസ്റ്റ് ചെയ്യാത്ത ബിക്കോസ് അതിൽ ഭയങ്കരമായിട്ട് ആഡ്സ് വരുന്നുണ്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ പ്രോ വെർഷൻ മേടിക്കണം, 325 രൂപ സംതിങ് ആണ്. പിന്നെ KM പ്ലെയർ നോക്കുകയാണെന്ന് വെച്ചാൽ അതിൽ ആഡ്സ് ഒന്നുമില്ല, സിമ്പിൾ ഇൻ്റർഫേസൊക്കെയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആ ആപ്ലിക്കേഷൻ ക്രാഷ് ആവും. പിന്നെ VLC പ്ലെയർ എനിക്ക് എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ നല്ല ആഡ്സ് ഇല്ല, സിമ്പിൾ ഇൻ്റർഫേസാണ്. പിന്നെ നിങ്ങൾക്ക് കൊറിയൻ മൂവീസോ ഇംഗ്ലീഷ് മൂവീസിൻ്റെ ഏതിന് വേണേൽ സബ് ടൈറ്റിൽസും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ക്രാഷ് ആവില്ല. അപ്പോൾ ഇതൊരു നല്ലൊരു വീഡിയോ പ്ലെയർ ആപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഫൈനൽ ആപ്ലിക്കേഷനെ പറ്റി നോക്കാം. ഇപ്പോൾ കുറേ പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇവിടെ ഇൻ്റർനെറ്റ് സ്പീഡ് ഇവിടെ മുകളിൽ കാണാൻ പറ്റില്ല എന്ന് സാംസങ് ഗാലക്സി M21. ബിക്കോസ് റിയൽമിയിലൊക്കെ നമുക്ക് ഇവിടെ മുകളിൽ എത്രയാണ് ഇൻ്റർനെറ്റ് സ്പീഡ്, ഡൗൺലോഡിങ് സ്പീഡ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ ഫോണിൽ നമുക്ക് ആ ഓപ്ഷൻ കിട്ടണില്ല. അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് സ്പീഡ് മീറ്റർ ലൈറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ്റെ സൈസ് 1 MB സംതിങ് ആണ്, 1 MB കൂടി ഇല്ല, അതിൻ്റെ കുറവാണ് തോന്നുന്നു. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ നമുക്കപ്പോൾ ഡെയിലി എത്ര യൂസ് ചെയ്തു കണ്ടില്ലേ ഇവിടെ. ടുഡേ മൊബൈൽ ഡാറ്റ 148 MB, വൈഫൈ 284 MB. ഇന്നലെ 1.82 GB യൂസ് ചെയ്തിൻ്റെ മൊബൈൽ ഡാറ്റ, വൈഫൈ 9 MB. ഇങ്ങനെ നമുക്ക് കാണാനും പറ്റും. പിന്നെ നമ്മൾ വല്ലതും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് സ്പീഡ് കാണാനും പറ്റും, കണ്ടില്ലേ മുകളിൽ കാണാണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യുക. ബിക്കോസ് സാംസങ് ഗാലക്സി M21 ആ ഓപ്ഷൻ കിട്ടണില്ല, സ്പീഡ് ഡൗൺലോഡിങ് സ്പീഡും ഇൻ്റർനെറ്റ് സ്പീഡൊന്നും കാണാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് ആപ്പ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ ഒക്കെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.